ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ RPF പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. RPF പരീക്ഷകൾ എന്ന് പറയുമ്പോൾ SI കോൺസ്റ്റബിൾ രണ്ട് പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ്, അതായത് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഓൾറെഡി പലവട്ടം ചോദിച്ചിട്ടുള്ള ഫാക്റ്റുകളുമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സീരീസിൽ ഓൾറെഡി 6 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ക്ലാസ് കണ്ടതിന് ശേഷം അതുകൂടി പോയി കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരമുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഐശ്വര്യമായിട്ട് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ആൽക്കഹോളിക് ബെവറേജസ് കണ്ടെയ്ൻ ദ മെയിൻ ഇൻഗ്രീഡിയൻസ്. ആൽക്കഹോളിക് നമുക്കറിയാം, മദ്യം അല്ലെ. മദ്യത്തിൽ പ്രധാനമായിട്ടും എന്താണുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ബേസിക്കലി എന്താണ് അതിൻ്റെ കെമിക്കൽ നെയിം എന്നാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് അറിയേണ്ടത്. അത് എത്തനോയിക് ആസിഡ് അല്ല, സോഡിയം അസറ്റേറ്റ് അല്ല, മഗ്നീഷ്യം അല്ല, അതെന്താണ്, അത് എത്തനോളാണ്. ആൽക്കഹോളിക് ബീവറേജസിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഏതാണ്, എത്തനോളാണ്. മെത്തനോൾ അല്ല കേട്ടോ. മെത്തനോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്തനോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിസണസ് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് രണ്ടും പറയാൻ ഭയങ്കര എന്താ പറയുക, ഒരേപോലെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എത്തനോൾ എന്നൊക്കെ മാറ്റി ഉപയോഗിച്ച് വെക്കാം. ബട്ട് മെത്തനോൾ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഒരു പോയിസണസ് സബ്സ്റ്റൻസ് ആണെന്ന് ഓർത്തിരിക്കുക. ഈ മെത്തനോളും ഇപ്പം നമ്മൾ പറഞ്ഞ ആൽക്കഹോളിക് ബീവറേജസ്, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന എത്തനോൾ എന്ന് പറയുന്ന ആൽക്കഹോളിക് ബീവറേജസിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ വരുമ്പോൾ, അതായത് എത്തനോളിൽ മെത്തനോൾ കലർത്തുമ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ് എന്ന്. നമ്മൾ എപ്പോഴും കേൾക്കാറില്ലേ, വിഷമദ്യ ദുരന്തം എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അതിനുള്ള പ്രധാന കാരണക്കാരൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട വില്ലനാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന മെത്തനോൾ എന്ന് പറയുന്നത്. വേറെയും സബ്സ്റ്റൻസസ് നമ്മൾ മിക്സ് ചെയ്യാറുണ്ട്, പല ആവശ്യങ്ങൾക്കും, വ്യാവസായിക ആവശ്യങ്ങൾക്കും ആളുകൾ എടുത്ത് അത് കുടിക്കാതിരിക്കാനും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നിരിക്കലും പ്രധാനപ്പെട്ട മിക്സറുകളിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത്, മെത്തനോൾ എന്ന് പറയുന്നത്. ഡീനാച്ചുറേറ്റഡ്, നമുക്കറിയാം പ്രകൃതി എന്നുള്ള രീതിയിൽ നമ്മൾ എത്തനോൾ എന്ന് പറയുമ്പോൾ ഡീനാച്ചുറേറ്റഡ്, പ്രകൃതിദത്തമല്ലാതെ ആക്കുന്ന സ്പിരിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതിൽ എത്തനോളിൻ്റെ കൂടെ എന്താണുള്ളത്, മെത്തനോൾ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത് എന്ന് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. പലപ്പോഴും ഇങ്ങനെയും ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ആൽക്കഹോൾ പോയിസണിങ്ങിന് കാരണമാവുന്ന സബ്സ്റ്റൻസ് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടതാണ് മെത്തനോൾ. പലരുടെയും കാഴ്ച പോയി ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുള്ള, നമ്മുടെ കേരളത്തിൽ തന്നെ പലവട്ടം ഉണ്ടായിട്ടുള്ള വിഷമദ്യ ദുരന്തങ്ങളുടെ പ്രധാനപ്പെട്ട കാരണമാണ് ഇതെന്ന് പറയുന്നത്, ഈ മെത്തനോൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. പിന്നെ ഈ ഭാഗത്തുനിന്ന് വരാറുള്ളൊരു ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പിരിറ്റ് ഈസ് നോൺ ആസ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽക്കഹോൾ ഈസ് നോൺ ആസ് വുഡ് സ്പിരിറ്റ്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്, വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏതാണ് എന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്, മെത്തനോളാണ്. അങ്ങനെയാണെങ്കിൽ എത്തനോളിന് വിളിപ്പേരുന്നു അല്ലേ, എത്തനോളിനും വിളിപ്പേരുണ്ട്. എത്തനോളിന് വുഡ് സ്പിരിറ്റ് എന്നല്ല, ഗ്രെയിൻ സ്പിരിറ്റ് അല്ലെങ്കിൽ ഗ്രെയിൻ ആൽക്കഹോൾ എന്ന് വിളിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, എത്തനോൾ എന്ന് പറയുന്നത്. ഇത് ഓർത്ത് വയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്, മാറിപ്പോവാതിരിക്കാനായിട്ട് ഞാൻ പറയാറുണ്ട്. മെത്തനോളിൽ എം ആണല്ലോ, എം തിരിച്ചിടുന്നതാണല്ലോ ഡബ്ല്യു എന്ന് പറയുന്നത് അല്ലേ, എം ആണ് ഡബ്ല്യു ആണ് അല്ലേ, ഞാൻ തന്നെ പറയാറുണ്ട്. വേറെ രീതിയിൽ ഞാൻ റീസണിങ്ങിലും പഠിപ്പിച്ചിട്ടുണ്ട്. എം എന്ന് പറയുന്നത് ഒന്നുകൂടെ തിരിച്ചിട്ട് എന്തായി, 3 ആയി അല്ലേ. അപ്പോൾ ആദ്യം തിരിച്ചിടുന്ന 3 എന്ന് പറയുന്നത് 13ാമത്തെ ലെറ്റർ ആണ് എം എന്ന് പറയുന്നത്. രണ്ടാമത് തിരിച്ചിടുന്ന 23ാമത്തെ ലെറ്റർ ആണ്. ഇതിപ്പോൾ എന്താ ഇപ്പോൾ കഥ എന്ന് കുറച്ച് പേരെങ്കിലും ചോദിക്കുന്നതാവും. മക്കളെ, നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പഠിക്കുമ്പോഴേ അതിൽ ഓരോ ആൽഫബറ്റിൻ്റെയും പൊസിഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയണം. അതായത് 13ാമത്തെ ലെറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എം ആണെന്നും, എം എന്ന് പറയുന്നത് എത്രാമത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13ാമത്തെ ആണെന്ന് നിങ്ങൾക്ക് അറിയണം. അങ്ങനെ ഓരോ ആൽഫബറ്റിൻ്റെയും ന്യൂമറിക്കൽ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ പഠിക്കാനായിട്ട് കുറച്ച് തക്കിട തരികട വിദ്യകളുമായിട്ട് ഞാൻ നിങ്ങൾ ആൽഫബറ്റ്സ് പഠിപ്പിച്ചിട്ടുണ്ട്. ക്ലാസ് അവൈലബിൾ ആണ്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ അതിൽ ഞാൻ ഓർത്ത് വയ്ക്കാൻ പറഞ്ഞ കാര്യമാണ്, എം തിരിച്ചിട്ടാൽ ആദ്യം 3 തിരിച്ചിട്ടാൽ വരുന്ന എം 13, രണ്ടാമത് 3 തിരിച്ചിട്ടാൽ വരുന്ന എം അല്ല ഡബ്ല്യു എത്രയാണ്, 23 ആണെന്ന് ഞാൻ പറഞ്ഞാണ്. അതേപോലെ ഇവിടെയും ആ എം ഒന്ന് തിരിച്ചിടുക എന്നുള്ളത് ഓർത്ത് വയ്ക്കുക, എം ഡബ്ല്യു. അപ്പോൾ എന്താണ്, മെത്തനോൾ വുഡ് സ്പിരിറ്റ് ആണ്. അതേസമയം മെത്തനോൾ എന്ന് പറയുന്നത് എന്താണ്, ഗ്രെയിൻ ആൽക്കഹോൾ ആണെന്നും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, ആൽക്കഹോളിക് ബീവറേജിൽ പ്രധാനമായിട്ടുണ്ടാവുന്ന കണ്ടന്റാണ് എത്തനോൾ എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ ആർക്കെങ്കിലൊക്കെ ഒരു സംശയം വന്നേക്കാം, ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് വേറെയാണോ എന്നുള്ളത്. ഒരിക്കലുമല്ല, എത്തനോളിൽ തന്നെ മറ്റൊരു പേരാണ് ഇതെന്ന് പറയുന്നത്, ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ എത്തനോളും ഈഥൈൽ ആൽക്കഹോളും എന്താണ്, ഒന്ന് തന്നെയാണ്. വേറെ രീതിയിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ C2H5OH, OH ഗ്രൂപ്പാണ് എന്തായിട്ട് വരുന്നത്, ആൽക്കഹോൾ ഗ്രൂപ്പായിട്ട്, ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഈ OH ഗ്രൂപ്പുള്ള C2H5OH തന്നെയാണ് ഇതെന്ന് പറയുന്നത്, എത്തനോളും ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊരു പേര് പഠിച്ചു, എന്താണ്, ഗ്രെയിൻ ആൽക്കഹോൾ ആണ്. അപ്പോൾ എത്തനോൾ എന്ന് പറഞ്ഞാലും ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാലും C2H5OH എന്ന് പറഞ്ഞാലും ഗ്രെയിൻ ആൽക്കഹോൾ എന്ന് പറഞ്ഞാലും എല്ലാം എന്ത് തന്നെയാണ്, ഒരൊറ്റ സാധനം തന്നെയാണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത്
മെത്തനോളാണ് ഇതിലൊരു പോയിസണസ് സബ്സ്റ്റൻസ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പേര് ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ് എന്നായിട്ട് മാറും. അതായത് മെത്തനോളിനെ അല്ല ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത്, മെത്തനോളിൻ്റെയും എത്തനോളിൻ്റെയും കോമ്പിനേഷൻ ആളുകളുടെ അടുത്ത് കുടിക്കാതിരിക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെത്തനോളിൻ്റെയും കോമ്പിനേഷൻ ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ് എന്നും മെത്തനോളിൻ്റെ എം തിരിച്ചിട്ടാൽ വരുന്ന ഡബ്ല്യു വെച്ച് ഗുഡ് സ്പിരിറ്റ് എന്നും കൂടി എന്ത് ചെയ്യുന്നു, നമ്മൾ വിളിക്കുന്നു. എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സെറ്റല്ലേ? കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലായില്ലേ? സംശയമൊന്നുമില്ലല്ലോ? അടുത്ത വിധത്തിലേക്ക് പോട്ടെ. ഇന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽസ് ഈസ് നോൺ ആസ് അക്വാ ഫോർട്ടിസ് എന്നറിയപ്പെടുന്ന കെമിക്കൽ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. നിങ്ങളിൽ പലരും ഒരു പക്ഷേ കേട്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ട്, അക്വ വെച്ച് തുടങ്ങുന്ന അക്വാ റീജിയ. ഇത് ഞങ്ങൾക്കറിയാം, നോബിൾ മെറ്റൽസ് ഡിസോൾവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലിക്വിഡ് ആണ് ഏതെന്ന് പറയുന്ന അക്വാ റീജിയ എന്ന് പറയുന്നത്, അല്ലേ? ഗോൾഡൊക്കെ ഡിസോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന, ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ലിക്വിഡാണ് അക്വാ റീജിയ എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. അക്വാ റീജിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HClൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ അക്വാ റീജിയ എന്ന് വിളിക്കുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ലിക്വിഡാണ് ഇതെന്ന് പറയുന്നത്, അക്വാ റീജിയ എന്ന് പറയുന്നത്. അതിൽ HClൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. 1:3 അല്ല, 3:1 ആണ്. അത് ഓർത്തേക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വീക്കർ ആയിട്ടുള്ള ഒരു ആസിഡാണ്. നൈട്രിക് ആസിഡ് എന്താണ്, കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ആസിഡാണ്. അപ്പോൾ ഈ 3:1ഉം 1:3 കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് ഞാൻ പറയാറുള്ളത്, ശക്തി കുറഞ്ഞ ആൾ കുറേ പേരുണ്ടെങ്കിലല്ലേ പരിപാടി നടക്കുള്ളൂ. അപ്പോൾ വീക്ക് ആയിട്ടുള്ള ആളാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ വേണ്ടത്. HCl 3ഉം നൈട്രിക് ആസിഡ് 1. അങ്ങനെ 3:1 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന നോബിൾ മെറ്റൽസിനെ ഡിസോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡാണ് ഇതെന്ന് പറയുന്നത് അക്വാ റീജിയ എന്ന് പറയുന്നത്. അതല്ല എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ചോദിച്ചിരിക്കുന്നത് അക്വാ ഫോർട്ടിസ് എന്നറിയപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അക്വാ ഫോർട്ടിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിലെ തന്നെ ഒരാളാണ്, അതായത് അക്വാ റീജിയയിലെ ഒരാളായിട്ടുള്ള നൈട്രിക് ആസിഡിന്റെ മറ്റൊരു പേരാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന അക്വാ ഫോർട്ടിസ് എന്ന് പറയുന്നത്. അപ്പോൾ നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാലും അക്വാ ഫോർട്ടിസ് എന്ന് പറഞ്ഞാലും ഇനി പല നൈട്രിക് ആസിഡിന്റെ കെമിക്കൽ ഫോമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതും HNO3 എന്ന് പറഞ്ഞാലും എല്ലാം എന്ത് തന്നെയാണ്, ഒരൊറ്റ സാധനമാണ് എന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. ഇനി രണ്ട് കാര്യങ്ങളൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ അക്വാ റീജിയയ്ക്കും ഈ അക്വാ ഫോർട്ടിസിനും വീണ്ടും പേരുകളുണ്ട്, അല്ലേ? അക്വാ ഫോർട്ടിസ് തന്നെയാണ് നൈട്രിക് ആസിഡ്, അത് തന്നെയാണ് HNO3 നമ്മൾ പറഞ്ഞു. ഒരു രീതിയിലൂടെ നമ്മൾ പറയാറുണ്ട് സ്പിരിറ്റ് ഓഫ് നൈറ്റർ, NITRE. അതങ്ങനെയല്ല വായിക്കാൻ എനിക്കറിയില്ല, എന്തായാലും ഞാൻ നൈറ്റർ എന്നൊക്കെ വായിക്കുന്നുണ്ട്. ഈ സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്ന ഏത് തന്നെയാണ്, അക്വാ ഫോർട്ടിസ് തന്നെയാണ്. അപ്പോൾ അക്വാ ഫോർട്ടിസ്, നൈട്രിക് ആസിഡ്, HNO3, അതുപോലെ സ്പിരിറ്റ് ഓഫ് നൈട്ര എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം എന്ത് തന്നെയാണ്, ഒരൊറ്റ സാധനമാണ്, ബേസിക്കലി നൈട്രിക് ആസിഡ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അക്വാ റീജിയയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അക്വാ റീജിയയ്ക്കും ഒരു പേര് കൂടി ഉണ്ട്, റോയൽ വാട്ടർ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്, ഈ പറയുന്ന അക്വാ റീജിയ തന്നെയാണ്. അവിടെ ഞാൻ പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് അത് ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ താഴെ ചോദിക്കുക, താഴെ തന്നിട്ടുള്ള ഏതൊക്കെ കൂടുമ്പോഴാണ് റോയൽ വാട്ടർ ആവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറിയാത്തവരുണ്ടെങ്കിൽ അക്വാ റീജിയ അറിയുന്നുണ്ടാവും, പക്ഷേ റോയൽ വാട്ടർ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ആ മാർക്ക് മിസ്സാവരുത്, ഓർത്ത് വെക്കുക. അക്വാ റീജിയ എന്ന് പറഞ്ഞാലും റോയൽ വാട്ടർ എന്ന് പറഞ്ഞാലും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും കോമ്പിനേഷനാണ്. അതിൽ ഞാൻ പറഞ്ഞു ശക്തി കുറഞ്ഞ ആൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, അതുകൊണ്ട് അവൻ കൂടുതൽ വേണം. സോ അവനാണ് 3, നൈട്രിക് ആസിഡ് എത്ര, 1 ആണെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 പേരെ പറ്റി നമ്മൾ 1-2 കാര്യങ്ങൾ പറയണം, കാരണം സ്ഥിരം കാണുന്ന ചോദ്യങ്ങളാണ്. അതിലൊന്നാണ് ബെൻസീൻ എന്ന് പറയുന്നത്. C6H6 ആണ് ബെൻസീൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഹെക്സഗൺ ഷേപ്പിലുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. അരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മണമുള്ള ഒരു കോമ്പൗണ്ട് ആണ് ഇതെന്ന് പറയുന്നത്, ബെൻസീൻ എന്ന് പറയുന്നത്. ഇത് എപ്പോഴും ചോദിക്കാറുള്ളത്, ഈ ബെൻസീൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ചത് ആരാണ്? ഹൂ ഡിസ്കവേർഡ് ദ സ്ട്രക്ചർ ഓഫ് ബെൻസീൻ? അതിന് പുറകിൽ ഭയങ്കര രസമുള്ളൊരു കഥയൊക്കെ ഉണ്ട്. ഈ പറയുന്ന ശാസ്ത്രജ്ഞൻ ഇതിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് കാലം കഠിന പരിശ്രമം നടത്തി, ഒരുപാട് പേര് വേറെയും നടത്തി, പക്ഷെ ആരും സക്സസ്ഫുൾ ആയില്ല. അവസാനം മൂപ്പരൊരു സ്വപ്നം കാണാണ്. ആ കാണുന്ന ഒരു സ്വപ്നത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാമ്പ്, അത് പാമ്പിൻ്റെ തലയാണെന്ന് വിചാരിച്ചോ, എൻ്റെ വരക്കിൽ ഭയങ്കര അടിപൊളിയാന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഈ ഒരു പാമ്പിൻ്റെ തല, ഒരു പാമ്പ് ആ തല വെച്ച് അതിൻ്റെ തന്നെ വാല് വിഴുങ്ങുന്ന ഒരു സാധനം ആര് സ്വപ്നം കണ്ടു? ഒരു വ്യക്തി സ്വപ്നം കണ്ടു. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി ബെൻസീൻ്റെ സ്ട്രക്ചർ ആ രീതിയിലാണ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് മൂപ്പര് വരയ്ക്കുന്ന സാധനമാണിതെന്ന് പറയുന്നത് നമ്മളെല്ലാം കാണുന്ന ഹെക്സഗൺ ഷേപ്പിലുള്ള ബെൻസീൻ്റെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ട്രക്ചർ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ അഗസ്റ്റസ് കെക്കൂലെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓഗസ്റ്റ് കെക്കൂലെ എന്ന് പറയുന്നത്. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. ബെൻസീൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ഹൂ ഡിസ്കവേർഡ് ദ സ്ട്രക്ചർ ഓഫ് ബെൻസീൻ? അതിന് പുറകിൽ ഞാൻ പറഞ്ഞ കഥ സ്വപ്നം കണ്ടു എന്നൊക്കെയാണ്. സത്യമാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല, പക്ഷെ വളരെ എന്താ പറയുക, കെമിസ്ട്രിയുടെ ഫീൽഡിൽ അല്ലെങ്കിൽ സയന്റിഫിക് ഫീൽഡിൽ വളരെ വ്യാപകമായി പ്രചരിച്ചൊരു കഥ തന്നെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ഓർത്തു വയ്ക്കുക. ബെൻസീൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാന്ന് പറയണം, അത് ഓഗസ്റ്റ് കെക്കൂലെ ആണ് കണ്ടുപിടിച്ചത് എന്തിനാണ് നിങ്ങൾ പറയണം. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? C6H6 ആണെന്നും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി
അപ്പോൾ ബെൻസീൻ്റെ കാര്യം 1-2 കാര്യം പഠിച്ചു. ഇനി ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വിരുദ്ധനെ കണ്ടോ, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. അവരെ നമുക്ക് ആവശ്യമുണ്ട്, അവൻ നമ്മുടെ ഒരു സ്ഥിരം ചോദ്യമാണ്. ഈ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഒന്നും പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ പെട്ടെന്ന് കിട്ടണമെന്നില്ല. പക്ഷെ ഇവൻ ഇനി ഒരു വിളിപ്പേര് കൂടിയുണ്ട്. ആ പേരാണ് സോഡിയം ബൈകാർബണേറ്റ്. അയ്യോ അതും ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭക്ഷണമായിട്ട് കഴിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് അഥവാ ബേക്കിംഗ് സോഡ. അപ്പക്കാരം. നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാർ പലഹാരം ഉണ്ടാക്കുമ്പോഴും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാറില്ല. അല്ലെങ്കിൽ നമ്മൾ ബജ്ജിയൊക്കെ കഴിക്കുമ്പോൾ കടയിൽ നിന്നൊക്കെ ഹോട്ടലിനൊക്കെ ബജ്ജി കഴിക്കുമ്പോൾ ഉറപ്പായിട്ട് അവർ ഇടാറില്ല. പുള്ളി ഇങ്ങനെ നല്ല ഭംഗിയിൽ ബജ്ജി ഇരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ അവർ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ആ സോഡിയം ബൈകാർബണേറ്റ് അത് തന്നെയാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറയുന്നത്. ഇവൻ്റെ ഫോർമുല എന്ന് പറയുന്നത് NaHCO3 ആണ്. അപ്പോൾ മക്കളെ നമ്മൾ 4 പേരാണ് പഠിച്ചത്. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണെങ്കിലും സോഡിയം ബൈകാർബണേറ്റ് ആണെങ്കിലും ബേക്കിംഗ് സോഡ ആണെങ്കിലും NaHCO3 ആണെങ്കിലും ഇനി 5ാമതൊരു പേര് മലയാളത്തിൽ അപ്പക്കാരം എന്നാണെങ്കിലും എല്ലാം എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. ഇവനെപ്പറ്റി പറയുമ്പോൾ ഈ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിനെ പറ്റി പറയുമ്പോൾ എനിക്ക് വേറെ ഒരാളെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഏട്ടനാണോ അനിയനാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒരു സഹോദരങ്ങളാണെന്ന് എനിക്ക് ഉറപ്പാണ്. ആളുടെ പേര് നിങ്ങൾക്കറിയാം, വാഷിംഗ് സോഡ, അലക്കുകാരം അല്ലേ. തിരുമ്പുമ്പോഴൊക്കെ നമ്മൾ നല്ല കളർ കിട്ടാനും പെട്ടെന്ന് അഴുക്കൊക്കെ പോകാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. എനിക്കൊന്നും ഇപ്പോൾ വീടുകളിൽ നമ്മൾ അത്ര അങ്ങ് ഉപയോഗിക്കണമെന്നില്ല, പക്ഷേ ഈ ധോബികളൊക്കെ അലക്കുന്നവരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത്, വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. ഇവർ തമ്മിലൊരു ചെറിയ മാറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും ചോദ്യം ചോദിക്കാറുണ്ട്. ആ ബൈ അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ സോഡിയം കാർബണേറ്റ് ആയി കഴിഞ്ഞാൽ അതാണ് ഇതെന്ന് പറയുന്നത്, ഈ പറയുന്ന വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. ഇവൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് Na2CO3 ആണ്. ഇത് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. കാരണം കയ്യും കണക്കുമില്ലാതെ ഒരു 100 തവണയെങ്കിലും മിനിമം SSC RRBയും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്ന കെമിക്കൽ ഏതാണ്, അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റിൻ്റെ വിളിപ്പേര് എന്താണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വരരുത്. ഞാൻ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, ഈ ബൈയിലെ ബി നിങ്ങൾ ആലോചിച്ചാൽ മതി. ആ ബിയും ബേക്കിംഗ് സോഡയിലെ ബിയും. സോഡിയം ബൈകാർബണേറ്റ് ബി പോയാൽ എന്തായിട്ട് മാറി, വാഷിംഗ് ആയിട്ട് മാറി. വെറും സോഡിയം കാർബണേറ്റ് ആണെങ്കിൽ എന്തായിട്ട് മാറി, വാഷിംഗ് സോഡയായിട്ട് മാറി. ഫോർമുല അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, എന്നിരിക്കലും ഓർത്ത് വയ്ക്കുക. NaHCO3 ആണ് ഇതെന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. Na2CO3 ആണ് ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്, വാഷിംഗ് സോഡയുടെ ഫോർമുല എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ പഠിപ്പിച്ച അക്വാഫോർട്ടിസ് എന്ന് പറയുന്ന ചോദ്യത്തെക്കാളും എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബേക്കിംഗ് സോഡയുടെയും വാഷിംഗ് സോഡയുടെയും ഞാൻ പറഞ്ഞ പോയിന്റ്സ് എന്ന് പറയുന്നത്. കാരണം അത്രയും വട്ടം ആവർത്തിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. ഒന്നുകൂടെ ഞാൻ സമ്മറൈസ് ചെയ്ത് തരാം നമ്മൾ എന്തൊക്കെയാണ് ഈ ചോദ്യത്തിൽ മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളത്. നമ്മൾ തുടങ്ങിയത് ബെൻസീനിൽ നിന്നായിരുന്നു. ബെൻസീനിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് C6H6 ആണ് അതിൻ്റെ ഫോർമുല. സ്ട്രക്ചർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേര് ഓഗസ്റ്റ് കെക്കുലെ എന്നായിരുന്നു. പിന്നെ നമ്മൾ അക്വാഫോർട്ടിസിലോട്ട് പോയി. അക്വാഫോർട്ടിസ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് നൈട്രർ, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. കുഴപ്പമില്ല, ഓർഡറിൽ വലിയ പ്രശ്നമില്ലല്ലോ. അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് നൈട്രർ എന്ന് പറയുന്നത് നൈട്രിക് ആസിഡിന്റെ HNO3 മറ്റൊരു പേരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ അക്വ വെച്ച് തുടങ്ങുന്ന മറ്റൊരു സാധനം നമുക്കറിയായിരുന്നു, അത് അക്വാറീജിയ അല്ലെങ്കിൽ റോയൽ വാട്ടർ ആയിരുന്നു. അതെന്ന് പറയുന്നത് നോബിൾ മെറ്റൽസിനെ ഡിസോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലായിരുന്നു. ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള കെമിക്കലാണ്. അത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും മിക്സ്ചറാണ്. 3:1 എന്നുള്ള റേഷ്യോയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും ഈ റേഷ്യോ മാത്രമായിട്ടും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ 3:1 എന്നുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത് അക്വാറീജിയ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. വേറെയും പേരുകളുണ്ട് നമ്മൾ പറഞ്ഞു. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ NaHCO3 എല്ലാം ഒരമ്മ പെറ്റ മക്കൾ തന്നെയാണ്. ഒരമ്മ പെറ്റ എന്താ പറയുക, മകൻ അല്ലെങ്കിൽ മകളാണ്. ഒരാളുടെ തന്നെ ഡിഫറെൻറ്റ് പേരുകളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ബേക്കിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. കൂടാതെ അതിൻ്റെ ഒരു സഹോദരത്തെ പറ്റി നമ്മൾ പഠിച്ചു. അവൻ്റെ പേര് വാഷിംഗ് സോഡ എന്നായിരുന്നു. വാഷിംഗ് സോഡ എന്ന് പറഞ്ഞാലും സോഡിയം കാർബണേറ്റ് എന്ന് പറഞ്ഞാലും Na2CO3 എന്ന് പറഞ്ഞാലും എല്ലാം ഒരാളാണെന്നും എന്ത് ചെയ്തു, നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? എല്ലാ ചോദ്യങ്ങളാണ് മക്കളെ. എനിക്കൊന്ന് മിനിമം ഒരു 10 ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ ഒറ്റ ചോദ്യത്തിലൂടെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും എന്ത് ചെയ്യുന്നതാണ്, അത്രയും ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണെന്നും എന്ത് ചെയ്യുക, മറക്കാതിരിക്കുക. സെറ്റല്ലേ? സംശയമൊന്നുമില്ലല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. നിങ്ങൾ RPF SI അല്ലെങ്കിൽ കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ അതിനായിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സ് ഇപ്പോൾ നമ്മുടെ അക്കാഡമീസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഒരുപാട് ആളുകളുടെ കേന്ദ്ര സർക്കാർ ജോലി അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് റെയിൽവേ ജോലി എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, അതിനുവേണ്ടി എല്ലാ രീതിയിലും കൂടെ നിന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അക്കാഡമീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കോഴ്സ് സെറ്റ് ചെയ്യുമ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കോഴ്സ് ഫീ വരുന്നത് 3,999 ആണ്. 3,999 രൂപയാണ് ഇതിൻ്റെ കോഴ്സ് ഫീ വരുന്നത്. ഏകദേശം 1,550ഓളം ലേണിംഗ് മെറ്റീരിയലുള്ള, അതിൽ 383ഓളം PDF, 709ഓളം വീഡിയോ ക്ലാസ്സുകൾ, 461ഓളം പരീക്ഷകൾ. അതിൻ്റെ ഇതിവിടെ തീരുന്നില്ല. ഇനിയും നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ക്ലാസ്സുകളായിട്ടോ പരീക്ഷകളായിട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും അത് ആഡ് ചെയ്ത് കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പം നെറ്റില്ലാത്ത സമയത്ത് കാണാനായിട്ട് ഓഫ്ലൈൻ ഡൗൺലോഡ് ഫെസിലിറ്റി യൂസ് ചെയ്യാം. ഇപ്പോൾ മൊബൈലിൽ ആപ്പിൽ മാത്രമല്ല, നിങ്ങൾ കമ്പ്യൂട്ടറിൽ കാണാൻ
എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് കമ്പ്യൂട്ടറിലും കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഹിസ്റ്ററി, ജോഗ്രഫി, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ്, റീസണിങ്, എക്കണോമിക്സ്, കറണ്ട് അഫയേഴ്സ് 2023, കമ്പ്യൂട്ടർ നോളജ്, ഇന്ത്യൻ പൊളിറ്റി, കറണ്ട് അഫയേഴ്സ് 2024 എന്നിങ്ങനെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ 399 ഒരുമിച്ച് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 1500 രൂപയുടെ 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. അല്ല വാട്സപ്പിൽ മെസ്സേജ് അയക്കാനാണെങ്കിൽ അതിന്റെ നമ്പറും എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വെൻ വേപ്പർ ഈസ് കണ്ടൻസ്ഡ് ബാക്ക് ഇൻ ടു വാട്ടർ, ഹീറ്റ് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ നീരാവി നമുക്കറിയാം, ഒരു ചൂടുള്ള പാത്രത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തിളപ്പിച്ച് വെള്ളം എല്ലാം തിളപ്പിച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കുറേ നേരം കഴിയുമ്പോൾ ആ മൂടി എടുത്ത് നോക്കി അതിൽ മൊത്തം എന്തുണ്ടാവും, വെള്ളം ഉണ്ടാവും അല്ലേ. അതിനെയാണ് നമ്മൾ നീരാവി എന്ന് പറയുക. നമുക്കറിയാം ഈ ചൂടായിട്ട് ഈ വെള്ളം തിളച്ച് പോയിട്ട് അതെന്തായിട്ട് മാറിയിട്ടുള്ളതാണ്, ആ വേപ്പർ, ആ നീരാവി എന്തായിട്ട് മാറിയതാണ്, വെള്ളമായിട്ട് മാറിയതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഹീറ്റിന് എന്താ സംഭവിക്കുക, ഫസ്റ്റ് ഗെറ്റ്സ് അബ്സോർബ്ഡ് ആൻഡ് ദെൻ സ്റ്റാർട്ട്സ് ലിബറേറ്റ്. ആദ്യം വലിച്ചെടുക്കും എന്നിട്ട് ലിബറേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല. ഈസ് ലിബറേറ്റഡ്, പുറത്ത് വിടുകയാണ് ചെയ്യുന്നത്. റിമെയിൻസ് അൺഅഫക്റ്റഡ്, ഒരിക്കലും അല്ല, കുറച്ച് നേരം വെച്ചാൽ അതിൻ്റെ ടെമ്പറേച്ചർ കുറയും നമുക്കറിയാം. നാലാമത്തത് ഈസ് അബ്സോർബ്ഡ്, വലിച്ചെടുക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് അറിയുന്ന കാര്യമാണ്. അങ്ങനെ കണ്ടൻസ്ഡ് ആകുമ്പോൾ കുറച്ച് നേരം വെച്ച് എന്ത് ചെയ്യും, അതിൻ്റെ ചൂടാറും അല്ലേ. ചൂടാറാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ചൂട് കുറയും. ചൂട് കുറയാന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അത് ലിബറേറ്റ് ചെയ്യുകയാണ്, അത് പുറത്ത് വിടുകയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് കോംപ്ലക്സ് ആയിട്ടൊന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നേക്കാം എന്നുള്ളതേ ഉള്ളൂ. വേപ്പർ കണ്ടൻസ് ചെയ്യുമ്പോൾ, കണ്ടൻസേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ഈ പറയുന്ന വേപ്പർ ലിക്വിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ വേപ്പർ കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ആയിട്ട് മാറുമ്പോൾ, വാട്ടർ ആയിട്ട് മാറുമ്പോൾ ചൂട് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ലിബറേറ്റ് ചെയ്യുകയാണ്, പുറത്തോട്ട് വിടുകയാണ് ചെയ്യുന്നതെന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതിനോടൊപ്പം പറയാൻ പറ്റുന്ന ഒരു 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, 2 പ്രോസസ്സുകൾ പറഞ്ഞുതരാം. അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. സോളിഡ് നമുക്കറിയാം അതിൻ്റെ ഒരു നോർമൽ ഫോം വന്ന് അടുത്തത് ലിക്വിഡ് ആവും അല്ലേ. ഐസ് വെള്ളമായിട്ട് വീണ്ടും ചൂടാക്കുമ്പോൾ എന്താവും, വേപ്പർ ആവും, നീരാവിയാവും. അങ്ങനെയല്ലാതെ സോളിഡ് ഡയറക്റ്റ് ആയിട്ട് വേപ്പർ ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ കർപ്പൂരമൊക്കെ കത്തിച്ചാലത് ക്യാംഫർ അല്ലേ, എക്സാമ്പിൾ നമുക്ക് അറിയുന്നതാണ്. കർപ്പൂരം കത്തിച്ചാൽ, അതുപോലെ നാഫ്തലിൻ ബോൾസ്, നമ്മുടെ പാറ്റ ഗുളിക ഒക്കെ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇവരൊക്കെ എന്താ സംഭവിക്കുന്നത്, ഈ പറയുന്ന സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നില്ല, പകരം സോളിഡ് എന്താവാണ്, ഡയറക്ട്ലി വേപ്പർ ആയിട്ട് മാറുകയാണ്. അങ്ങനെ മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സോളിഡ് ലിക്വിഡ് ആവാതെ ഡയറക്റ്റ് ആയിട്ട് വേപ്പർ ആവുന്ന പരിപാടി. അതിനുള്ള എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത് കർപ്പൂരം, അതുപോലെ നമ്മുടെ നാഫ്തലിൻ ബോൾസ്, പാറ്റ ഗുളികയൊക്കെ എന്താണ്, അതിന് എക്സാമ്പിളാണ്. ആ നടക്കുന്ന പ്രോസസ്സ് സബ്ലിമേഷൻ ആണ്. ഇത് നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും അറിയുന്നുണ്ടാവും. എന്നാൽ ഈ അടുത്തുള്ള പരീക്ഷകളിലൊക്കെ ചോദിക്കുന്നത് ഇതിൻ്റെ നേരെ റിവേഴ്സ് പരിപാടിയാണ്. അതായത് വേപ്പർ ഡയറക്റ്റ് ആയിട്ട് സോളിഡ് ആയിട്ട് മാറുന്ന പരിപാടി. നമുക്കറിയാം നീരാവി ആണെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ വേപ്പർ എന്തായിട്ട് മാറണം, ലിക്വിഡ് ആയിട്ട് മാറണം. അതിന് പകരം വേപ്പർ ഡയറക്റ്റ് ആയിട്ട് സോളിഡ് ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഡിപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. സബ്ലിമേഷൻ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്ക് അറിയുന്നുണ്ടാവും. സോളിഡ് വേപ്പർ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നു. അതേസമയം വേപ്പർ സോളിഡ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡിപ്പോസിഷൻ എന്നാണ് പറയുന്നത് എന്ന് കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. നമ്മുടെ ചോദ്യം ഇതൊന്നും ആയിരുന്നില്ല. വേപ്പർ ലിക്വിഡായി മാറുമ്പോൾ അല്ലെങ്കിൽ വേപ്പർ വെള്ളമായിട്ട് മാറുമ്പോൾ ഹീറ്റ് എന്ത് സംഭവിക്കും, ഹീറ്റ് പുറത്തോട്ട് ലിബറേറ്റ് ചെയ്യും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. സെറ്റല്ലേ, സംശയമില്ലല്ലോ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വെൻ ഫോഴ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ചാർജ്ഡ് ബോഡി ഓൺ അനദർ ചാർജ്ഡ് ഓർ അൺചാർജ്ഡ് ബോഡി ഈസ് കോൾഡ് ഡാഷ്. വാട്ട് ഫോഴ്സ്, അല്ലെങ്കിൽ എന്താണ് ആ ഫോഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ വെൻ എന്നാ വായിച്ചൊന്ന്, വെന്നല്ല, ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു സാധനത്തിൻ്റെ ഡെഫിനിഷനാണ് ആക്ച്വലി. ഡാഷ് ഫോഴ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ചാർജ്ഡ് ബോഡി ഓൺ അനദർ ചാർജ്ഡ് ഓർ അൺചാർജ്ഡ് ബോഡി. അതിൻ്റെ പേരെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ പേര് ഫ്രിക്ഷണൽ എന്നോ ഗ്രാവിറ്റേഷണൽ എന്നോ സോൾഡറിങ് എന്നോ അല്ല. ഇത് മൂന്നും നിങ്ങൾക്ക് അറിയുന്നതാണ് എന്താണെന്നുള്ളത്. അതിൻ്റെ പേര് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാണ് അല്ലേ. പിന്നെ ചാർജ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ ഫ്രിക്ഷനോ ഗ്രാവിറ്റേഷനോ സോൾഡറിങ്ങോ ഒന്നും വരില്ല. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ത് ചെയ്യുള്ളൂ, അവിടെ വരുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മറ്റേ എന്താ പറയുക, പണ്ട് ചീർപ്പൊക്കെ തലയിൽ ഇങ്ങനെ കുറേ നേരം റബ്ബ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പേപ്പർ കഷ്ണങ്ങളിലോട്ട് കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ പേപ്പർ കഷ്ണങ്ങൾ വരിയായിട്ട് ഈ ചീർപ്പിൽ അല്ലെങ്കിൽ ഈ കോമ്പിൽ ഒട്ടിപ്പിടിക്കും അല്ലേ. പേന വെച്ചും കോമ്പ് വെച്ചൊക്കെ നമ്മൾ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ സ്കെയിൽ വെച്ചൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടാവും. അതായത് തലയിൽ കുറച്ച് നേരം റബ്ബ് ചെയ്യുക, എണ്ണയുള്ള തലയല്ല, എണ്ണയില്ലാത്ത തലയിൽ മുടിയിൽ കുറച്ച് നേരം റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കടലാസ് കഷ്ണങ്ങൾ നമ്മൾ അങ്ങനെ ഇട്ടിട്ട് എന്ത് ചെയ്യും, അതിൽ ഒട്ടിപ്പിടിക്കും. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഹോബിയും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഇതൊക്കെയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വരിയായിട്ടൊരു മാല
മാല പോലെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അത് ഭയങ്കര രസമാണ് കാണാൻ. ഇനിയിപ്പോൾ ഈ പറഞ്ഞതിൽ ആവേശം കണ്ടിട്ട് നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അതൊന്ന് പോയി ചെയ്ത് നോക്കിക്കോളൂ. ഒരു രസമുള്ള പരിപാടിയാണ്. കുട്ടിക്കാലത്തേക്കൊക്കെ ഒന്ന് തിരിച്ചു പോകുന്നതാണ്, നല്ല തന്നെയാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയാൽ എനിക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ, അറിയുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെ ഉണ്ടാകുന്ന ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. പിന്നെ ഈ പറയുന്ന പോലെ ചെറിയൊരു ഷോക്കൊക്കെ ഇതൊന്ന് കിട്ടാം അല്ലേ. മഴക്കാലത്ത് ഇപ്പോൾ നമ്മൾ പുതപ്പിനകത്തൊക്കെ അടിഞ്ഞുകൂടി കിടക്കുകയാണെങ്കിൽ, കമ്പിളി പുതപ്പൊക്കെ ആണെങ്കിൽ കാലിങ്ങനെ പെട്ടെന്നൊക്കെ നമ്മൾ അനക്കുമ്പോഴൊക്കെ ആ പുതപ്പിൽ തട്ടിങ്ങനെ പിരിവിരിന്ന് പറയുന്ന ശബ്ദമൊക്കെ വരും അല്ലേ. അതൊക്കെ എന്ത് തന്നെയാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ വിവിധ വകഭേദങ്ങളാണെന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ചാർജ്ഡ് ബോഡി ഓൺ അനദർ ചാർജ്ഡ് അൺചാർജ്ഡ് ബോഡി, അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം സെൽ എന്നുള്ളൊരു സ്ഥിരം ചോദ്യമാണ്. ഈ സെൽ എന്ന് പറയുന്ന ടോപ്പിക്ക് ബയോളജി നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മിക്ക ഷിഫ്റ്റുകളിലും ഒരു ഔട്ട് ഓഫ് 5 ഷിഫ്റ്റുകൾ എന്തായാലും സെൽ എന്നൊരു ചോദ്യം, ഒരു 5 ഷിഫ്റ്റ് പരീക്ഷ നടന്നില്ലെങ്കിൽ അതിലൊരു ഷിഫ്റ്റെങ്കിലും എന്തുണ്ടാവും, സെൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്, കോശം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുണ്ടാവും ഒരു ചോദ്യം. സോ ഇമ്പോർട്ടൻ്റ് ആണ്, കാണാത്തവർക്ക് ക്ലാസ് അവൈലബിൾ ആണ്, ഉറപ്പായിട്ടും കാണാം. അപ്പോൾ എന്തായാലും ഈ കോശങ്ങളിലെ ഏത് ഭാഗത്തെയാണ് സൂയിസൈഡൽ ബാഗുകൾ എന്നറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സൂയിസൈഡൽ ബാഗുകൾ എന്നിവർ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിനകത്തുള്ള ഡൈജഷൻ പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യുന്നത് ഇവരാണ്. അപ്പോൾ ഇവരുടെ ഉള്ളിലുള്ള പല ലിക്വിഡ്സും പൊട്ടി പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ എൻറ്റയർ സെല്ലിനെ തന്നെ നശിപ്പിക്കാൻ കേപ്പബിലിറ്റി ഉള്ള സാധനങ്ങളായതുകൊണ്ട് തന്നെ, അപ്പോൾ ഈ എന്താ പറയുക, അങ്ങനെ കൊണ്ടു നടക്കുന്ന സാധനം ആയതുകൊണ്ടാണ് ഇവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സൂയിസൈഡൽ ബാഗ്സ് എന്ന് വിളിക്കുന്നത്. സൂയിസൈഡൽ ബാഗ്സ് എന്ന് നമ്മളൊരു സെല്ലിൽ വിളിക്കുന്ന ലൈസോസോമിനെയാണ്. പറഞ്ഞ് എനിക്ക് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പം. നിങ്ങൾ ഇതിനകത്ത് കാണുന്ന പല ഫ്ലൂയിഡ്സും കണ്ടോ, ഇത് പൊട്ടി പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ സെല്ലിനെ തന്നെ മുഴുവനായും നശിപ്പിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഫ്ലൂയിഡ്സ് ആണ്, ലിക്വിഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അതിനെ സൂയിസൈഡൽ ബാഗുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സെല്ലിൽ സൂയിസൈഡൽ ബാഗുകൾ എന്നറിയപ്പെടുന്ന സാക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള സാധനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ ലൈസോസോം എന്ന് വിളിക്കുന്നത്. പലപ്പോഴും മറ്റു രീതിയിൽ ചോദിക്കാറുണ്ട്, സെല്ലിൽ ഇൻട്രാ സെല്ലുലാർ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ട് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. ഇവരുടെ ജോലി എന്ന് പറയുന്നത് അതാണ്, ദഹിപ്പിക്കുക എന്നുള്ളതാണ്. വരുന്ന സാധനങ്ങളെ ദഹിപ്പിച്ച് നമുക്ക് വേണ്ടുന്ന രീതിയിലോട്ട് മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. ഇൻട്രാ സെല്ലുലാർ, ഇൻട്രാ എന്ന് വെച്ചാൽ അറിയാം വിത്തിൻ ആണ് അല്ലേ, സെല്ലിനകത്തുള്ളതാണ്. ഇന്റർനാഷണൽ, ബിറ്റ്വീൻ നാഷൻസ് ആണ് അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പറയാ. ഇന്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും ബിറ്റ്വീൻ ആണ്. ഇന്റർ മറ്റേ ഫെസ്റ്റ്, ഇന്റർ ആ ഫെസ്റ്റ്, ആരൊക്കെയോ തമ്മിലുള്ള ഫെസ്റ്റ് ആണ്. ഇൻട്രാ എന്ന് വെച്ചാൽ വിത്തിൻ, ഉള്ളിൽ തന്നെ നടക്കുന്ന പരിപാടിയാണ്. ഇന്ററും ഇൻട്രയും ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. അപ്പോൾ സെല്ലിനകത്ത് തന്നെയുള്ള ഡൈജഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ലൈസോസോം എന്ന് പറയുന്നത്. അവരാണ് എങ്ങനെ അറിയപ്പെടുന്നത്, സൂയിസൈഡൽ ബാഗ്സ് എന്ന് അറിയപ്പെടുന്ന. ഓർത്തുവയ്ക്കുക, എപ്പോഴും ചോദിക്കാറുള്ള സെൽ എന്നുള്ളൊരു ചോദ്യമാണ് സൂയിസൈഡൽ ബാഗ് എന്ന് പറയുന്നത്. സെല്ലിനെ പറ്റി ഇപ്പോൾ ഞാനിതിൽ ഏതെങ്കിലും ഒരു ഭാഗം പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് നേരം പറയാനുള്ളതുണ്ടാവും. സോ ക്ലാസ് കാണാത്തവരാ ക്ലാസ് കാണാം. ഉറപ്പായിട്ടും ചോദിക്കുന്ന ബയോളജിയിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ്. ഒന്ന് സെല്ലും, രണ്ടാമത് പറയുകയാണെങ്കിൽ ആനിമൽ കിങ്ഡം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഫൈലംസ് നിങ്ങൾക്കറിയാം, പോറിഫെറ, മൊളസ്ക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫൈലംസ് ഉണ്ട്. അതിനെപ്പറ്റിയും എന്ത് ചെയ്യണം, അറബി പരീക്ഷയാണെങ്കിലും SSC പരീക്ഷയാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. സെറ്റല്ലേ, അതും കിട്ടിയില്ലേ. എന്നാൽ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ കെമിക്കൽ സിമ്പിൾ SI? എല്ലാവർക്കും അറിയുന്നതാണ്. SI എന്ന് പറയുന്ന കെമിക്കൽ സിമ്പിളിൽ വരുന്ന എലമെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അത് അയൺ അല്ല. അയൺ എന്താണ്, Fe ആണ്. സ്ട്രോൺഷി എന്തായാലും SI അല്ല എന്ന് എനിക്കറിയാം, കറക്റ്റ് എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞെന്നുള്ളൂ. SR ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, ഉറപ്പില്ല. സിൽവർ എന്തായാലും നമുക്കറിയാം, Ag, അർജന്റം, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ SIക്ക് ബാക്കിയുള്ളത് ആരേ ഉള്ളൂ, സിലിക്കണേ ഉള്ളൂ. സിലിക്കൺ ആണ് ഏതെന്ന് പറയുന്നത്, SI എന്ന് പറയുന്നതിൽ അറിയപ്പെടുന്നത് എന്ന് കൂടെ എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. സിലിക്കണിന്റെ പ്രത്യേകതകൾക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സെമി കണ്ടക്ടർ ആണ് ആരെന്ന് പറയുന്നത്, സിലിക്കൺ എന്ന് പറയുന്നത്. കണ്ടക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യും, ഇല്ലേന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യില്ല, ഇല്ലാത്തൊരു സാധനമാണ് സെമി കണ്ടക്ടർ. പക്ഷെ കഴിഞ്ഞ RRB NTPC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇതൊന്നും ആയിരുന്നില്ല. എർത്തിന്റെ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം, സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ എർത്ത്സ് ക്രസ്റ്റ്. ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്ക് അറിയുന്നുണ്ടാവും. മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ എർത്ത്സ് ക്രസ്റ്റ്, ഭൂമിയുടെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ സിലിക്കൺ അല്ല. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഏകദേശം 46% അപ്രോക്സിമേറ്റ്ലി. അത് അറിയണമെന്നില്ല പെർസെൻറ്റേജ്, എന്നാലും ഓർത്തു വെച്ചോ. 46.1% കാണപ്പെടുന്നതാണ് ആരെന്ന് പറയുന്നത്, ഓക്സിജൻ എന്ന് പറയുന്നത്. അതിനുശേഷം എർത്തിന്റെ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ആണ് 28.2% റെപ്രസെന്റേഷനോടെ ആരെന്ന് പറയുന്നത്, സിലിക്കൺ എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെ കഴിഞ്ഞ RRB NTPC ചോദിച്ചാണ് എർത്തിന്റെ ക്രസ്റ്റിൽ കാണപ്പെടുന്ന സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഏതാണ് എന്നാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദ ആൻസർ ഈസ് സിലിക്കൺ. ഒരു കാര്യം കൂടെ ഞാൻ പഠിപ്പിച്ചു തരാം, അതും ചോദ്യമായിട്ട് കണ്ടിട്ടുണ്ട്. സിലിക്കന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, 14
ഏതാണ് എന്ന് കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ സിലിക്കണെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. സിലിക്കൺ എന്ന് പറയുമ്പോൾ സെമി കണ്ടക്ടർ ആണ്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ആണ്. 28.2% അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. 14 അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇനി എർത്തിന്റെ ക്രസ്റ്റിൽ കാണപ്പെടുന്ന ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്സിജൻ ആണ്. 46.1% ആണ്. അതിൻ്റെതൊന്നും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ പണി തരികയാണ്. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, അതുകൊണ്ട് തന്നെയാണ്. അറ്റോമിക് നമ്പർ 101 ആയിട്ടുള്ള എലമെന്റ് ഏതാണ് എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞുതരാം. വളരെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥം കൊടുത്തിട്ടുള്ളതാണ് ഈ 101ാമത്തെ എലമെന്റ് എന്ന് പറയുന്നത്. ഈ അടുത്ത SSC CGL പരീക്ഷയിൽ കണ്ട ചോദ്യമാണ്. സോ അതിന്റെ ആൻസർ എനിക്ക് പറഞ്ഞുതരാം. ആ ചോദ്യം ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്ന പോലെ ഒന്നിന്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. 99ാമത്തെ അറ്റോമിക് നമ്പർ വരുന്നത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ പേരിലാണ്. ഐൻസ്റ്റൈനിയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു എലമെന്റ് ആണ് ഏതെന്ന് പറയുന്നത് 99ാമത്തെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ പ്രശസ്തനായ ഒരു ആളാണ് 101ാമത്തെ എലമെന്റിന് എന്ത് ചെയ്തിരിക്കുന്നത്, ബഹുമാനാർത്ഥം പേരിട്ടിരിക്കുന്നത്. ഒന്നെടുത്ത ഒന്നല്ല, ഞാൻ ഇവിടെ 2 ഫ്രീ തരാം. ഇപ്പോൾ 111 ചോദിക്കുന്നതെങ്കിൽ ഫിസിക്സിലെ ആദ്യത്തെ നോബൽ സമ്മാനം കിട്ടിയ റോൺജന്റെ പേരിലാണ്. റോൺജീനിയം എന്നാണ് എൻ്റെ ഓർമ്മ. റോൺജീനിയം എന്ന പേരിൽ അറിയപ്പെടുന്ന എലമെന്റ് ആണ് 111. ഇതൊന്നുമല്ല ഞാൻ ചോദിച്ചത്, 101 ചോദിച്ചത്. 99ഉം 111 ഞാൻ പറഞ്ഞു. 99 ഐൻസ്റ്റീനിയമാണ്, 111 റോൺജീനിയാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് 101 എന്ത് ചെയ്യണം, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, എനിക്ക് പറഞ്ഞു തരിക. എന്തായാലും ചോദ്യത്തൊന്നും ആയിരുന്നില്ല. SI എന്ന് വരുന്ന ആരാണ്, സിലിക്കൺ ആണ് എന്നാണ് എന്ത് ചെയ്തത്, നമ്മൾ പഠിച്ചത്. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ടൈറ്റാൻ ഈസ് ദ സാറ്റലൈറ്റ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാനറ്റ്സ്? താഴെ തന്നിട്ടുള്ളതിൽ ഏത് ഗ്രഹത്തിന്റെ സാറ്റലൈറ്റ് ആണ്, ഉപഗ്രഹമാണ് ടൈറ്റാൻ എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എഗെയിൻ കഴിഞ്ഞ RRB NTPC ചോദിച്ചത് തിരിച്ചായിരുന്നു. കഴിഞ്ഞ RRB NTPC എന്താ ചോദിച്ചത് കഴിഞ്ഞാൽ, തിരിച്ചെന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഇൻ സോളാർ സിസ്റ്റം? അതായത് സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ളതുണ്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മനുഷ്യൻ അയക്കുന്നതുണ്ട് അല്ലേ. പക്ഷെ ഇതെല്ലാം നമ്മളിവിടെ സംസാരിക്കുന്നത് പ്രകൃതിദത്തമായ നാച്ചുറൽ സാറ്റലൈറ്റുകളെ പറ്റിയാണ്. നമ്മുടെ ഭൂമിക്ക് ആരുള്ളത് പോലെ, നമ്മുടെ ചന്ദ്രേട്ടനുള്ളത് പോലെ. അത്തരത്തിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ഉപഗ്രഹമാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന ടൈറ്റൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ആരുടെ സാറ്റലൈറ്റ് ആണെന്നാണ് എന്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. അത് യുറാനസിന്റെ അല്ല, ജുപ്പിറ്ററിന്റെ അല്ല, മാഴ്സിന്റെയും അല്ല. ആരുടെയാണ്? സാറ്റേണിന്റെ ഏറ്റവും വലിയ സാറ്റലൈറ്റും, ഐ റിപ്പീറ്റ്, സാറ്റേണിന്റെ ഏറ്റവും വലിയ സാറ്റലൈറ്റും സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ സാറ്റലൈറ്റുമാണ് ആരെന്ന് പറയുന്നത്, ടൈറ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം വരാം, അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ സാറ്റലൈറ്റ് ഏതാണ്? അത് ചന്ദ്രനാണോ? ചന്ദ്രനല്ല, ചന്ദ്രനൊക്കെ കുഞ്ഞാപ്പയാണ് സാറ്റലൈറ്റുകളുടെ വലിപ്പം നമ്മൾ നോക്കുന്ന സമയത്ത്. അത് ഏറ്റവും വലിയ ഇന്ത്യയിലെ സാറ്റലൈറ്റ്, ഇന്ത്യയിലല്ല, ഏറ്റവും വലിയ സോളാർ സിസ്റ്റത്തിലെ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ജുപ്പിറ്ററിന്റെ സാറ്റലൈറ്റ് ആയിട്ടുള്ള ഗാനിമേഡ് എന്ന് പറയുന്നതാണ്. ഗാനിമേഡ് എനിക്കൊന്ന് ഭൂമിയേക്കാളൊക്കെ 100 ഇരട്ടിയോളം വലിപ്പമുള്ള ഒരു സാറ്റലൈറ്റ് ആണ്. അത്രയും വമ്പനാണ് ആരെന്ന് പറയുന്നത്. ജുപ്പിറ്റർ തന്നെ വമ്പനാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പത്തിന്, അതിൻ്റെ ഒരു പ്രൗഢി സൂക്ഷിക്കുന്ന ആൾ തന്നെയാണ് ആരെന്ന് പറയുന്നത്, ഗാനിമേഡ് എന്ന് പറയുന്ന സാറ്റലൈറ്റും. അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ സാറ്റലൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം അത് ഗാനിമേഡ് ആണ്. അത് ആരുടേതാണ്? ജുപ്പിറ്ററിൻ്റെ ആണെന്ന് പറയണം. അങ്ങനെയും ചോദിക്കാറുണ്ട്. ഗാനിമേഡ് എന്ന് പറയുന്ന വീണ്ടും ഇന്ത്യയിലെ വലുതെന്ന വരുന്നത്, ഇന്ത്യയിലല്ല മക്കളെ, സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ സാറ്റലൈറ്റ് ആയിട്ടുള്ള ഗാനിമേഡ് ഏത് പ്ലാനറ്റിൻ്റെ ഉപഗ്രഹമാണെന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അതിൽ മാറിപ്പോരുത്. ഗാനിമേഡ് എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? ജുപ്പിറ്ററിൻ്റെ ആണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. പിന്നെ ജുപ്പിറ്ററിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ. ജുപ്പിറ്ററിന്റെ റെവല്യൂഷൻ പീരീഡ് എപ്പോഴും ചോദിക്കാറുണ്ട്. ജുപ്പിറ്ററിന്റെ റെവല്യൂഷൻ പീരീഡ് 12 years ആണ്. നിങ്ങളിൽ പലർക്കും അറിയാത്ത ഒരു കാര്യം, പലർക്കും അറിയുന്ന ഒരു കാര്യം, പക്ഷെ ആണെങ്കിൽ കൂടി രസകരമായിട്ടുള്ള ഒരു കാലമാണ്. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, വ്യാഴത്തിലെ കയറി വന്നാണ് വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത് അല്ലേ. ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞു പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് ഈ വ്യാഴവട്ടക്കാലം? അല്ല കേട്ടോ, തന്നെയാണ്. വ്യാഴത്തിന് വട്ടം ചുറ്റാനുള്ള കാലമാണ്. വ്യാഴത്തിന് വട്ടം ചുറ്റാനുള്ള കാലം എത്രയാ? 12 വർഷമാണ്. അപ്പോൾ PSC ഒക്കെ ചോദിക്കാറുണ്ട് ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണെന്നുള്ളത്. ഒരു വ്യാഴവട്ടക്കാലം 12 വർഷമാണ്. ബിക്കോസ് 12 വർഷം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജുപ്പിറ്റർ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്ന് കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ജുപ്പിറ്ററിനെ പറ്റി ഗാനിമേഡ് ആണ് ഏറ്റവും വലിയ സാറ്റലൈറ്റ് ആണെന്നും എന്ത് ചെയ്യുക, ഒപ്പം പഠിക്കുക. ഇനിയിപ്പോൾ പറയാനാണെങ്കിൽ യുറാനസിനെ പറ്റിയാണ്. യുറാനസിനെ പറ്റി അങ്ങനെ SSC RRB ചോദ്യം ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ കേരള PSC പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. വില്യം ഷേക്സ്പിയറിൻ്റെ വിശ്വവിഖ്യാത എഴുത്തുകാരനായിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷയുടെ പയനീറുള്ള ഒരാളായിട്ടുള്ള വില്യം ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങളുടെ പേര് കൊടുത്തിട്ടുള്ള അത് ഏത് ഗ്രഹത്തിൻ്റെ സാറ്റലൈറ്റിനാണെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങളിനി പറഞ്ഞു കൊടുക്കണം ആരുടേതാണ് അത് യുറാനസിൻ്റെ ആണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. കുട്ടിക്കാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ലേ, മിറാൻഡ, പോർഷ്യ എന്നൊക്കെ പറയുന്ന ലെജൻഡറി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ജൂലിയറ്റ് പോലത്തെ ലെജൻഡറി ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ പേരുള്ള പ്ലാനറ്റുകളാണ്
ആർക്കുള്ളത്? യുറാനസിനുള്ളത് ഓർത്ത് വയ്ക്കുക. വളരെ ഡയറക്റ്റായിട്ട് ചോദിക്കാറുള്ളൂ. വില്യം ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങളുടെ പേര് കൊടുത്തിട്ടുള്ള പ്ലാനറ്റ് ഏതാണെന്ന് ചോദിച്ചാലാണ് നിങ്ങൾ എന്ത് പറയേണ്ടത്? നിങ്ങൾ ഈ പറയുന്ന യുറാനസിൻ്റെ പേര് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പോൾ യുറാനസിനെ പറ്റിയും ജൂപ്പിറ്ററിനെ പറ്റിയും സാറ്റേണിനെ പറ്റിയും പറഞ്ഞു. ഇനി ആരാ ബാക്കിയുള്ളത്? ഇനി ബാക്കിയുള്ളത് മാഴ്സ് ആണ്. മാഴ്സിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. റെഡ് പ്ലാനറ്റ് ആണ് അല്ലെ, ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ സാറ്റലൈറ്റ്സ് പറയുകയാണെങ്കിൽ രണ്ടെണ്ണാണുള്ളത്, ഫോബോസും ഡീമോസും. ഇതും ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഫോബോസ് എന്നും ഡീമോസ് എന്നും പേരുള്ള എന്താ പറയുക സാറ്റലൈറ്റ് ഏത് ഗ്രഹത്തിനാണുള്ളത് എന്ന് ചോദിക്കാറുണ്ട്. ഫോബോസും ഡീമോസും വരുന്നത് ആർക്കാണ്? മാഴ്സിനാണെന്ന് ഓർത്തു വയ്ക്കുക. പക്ഷേ മാഴ്സിനെ പറ്റി എപ്പോഴും ചോദിക്കാറുള്ള വളരെ പ്രശസ്തമായ RRBയുടെ ഒരു സ്ഥിരം വേട്ടമൃഗമായിട്ടുള്ള ചോദ്യമാണ് ഈ ഒളിമ്പസ് മോൺസ് എന്ന ആൻസർ വരുന്ന ചോദ്യം എന്ന് പറയുന്നത്. എന്താ ഈ ഒളിമ്പസ് മോൺസ് എന്നറിയോ? ഈ ഒളിമ്പസ് മോൺസ് എന്ന് പറയുന്നത് മാഴ്സിലുള്ള ഒരു പർവ്വതമാണ്. ടു ബി സ്പെസിഫിക് ഒരു അഗ്നിപർവ്വതമാണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന ഒളിമ്പസ് മോൺസ് എന്ന് പറയുന്നത് ഈ പർവ്വതത്തിന്റെ ഹൈറ്റ് എത്രയാണെന്നറിയോ? അപ്രോക്സിമേറ്റ്ലി 21 കിലോമീറ്റർ. നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ പർവ്വതമായിട്ടുള്ള എവറസ്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8848 മീറ്റർ ആണ് അപ്രോക്സിമേറ്റ്ലി. ഇപ്പം തോന്നോ രണ്ടോ കൂടിയിട്ടുണ്ട്. എന്തായാലും അറൗണ്ട് ഒരു 9 കിലോമീറ്റർ എന്ന് നമുക്ക് പറയാം. അവിടെയാണ് മാഴ്സിലൊരു അഗ്നിപർവ്വതം നിൽക്കുന്നത്. അതും പർവ്വതമല്ല, അഗ്നിപർവ്വതം നിൽക്കുന്നതിന്റെ ഹൈറ്റ് എത്രയായിട്ട്? 21 കിലോമീറ്റർ ആയിട്ട്. ഇപ്പൊ പലപ്പോഴും തിരിച്ചും മറിച്ചും ചോദിക്കാറുണ്ട്. ഈ ഒളിമ്പസ് മോൺസ് എന്ന് പറയുന്ന വോൾക്കാനോ എവിടെയാണ് കാണാൻ പറ്റുക എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ മാർസിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ആ ഒരു പർവ്വതത്തിന്റെ പേരെന്താണെന്ന് ചോദിക്കാറുണ്ട്. മാറിപ്പോരുത്, ഒളിമ്പസ് മോൺസ് ആണെന്ന് കൂടെ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനിയും ഒരുപാട് പറയാനുണ്ട്, പക്ഷെ അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ടൈറ്റാൻ ഏത് പ്ലാനറ്റിന്റെ ഉപഗ്രഹമാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ടൈറ്റാൻ എന്ന് പറയുന്നത് സാറ്റേണിന്റെ ഉപഗ്രഹമാണ്. ഏറ്റവും വലിയ സാറ്റേണിന്റെ സാറ്റലൈറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ടൈറ്റാൻ എന്ന് പറയുന്ന ഇന്ത്യയെ ഓർത്ത് വയ്ക്കുക. സാറ്റേണിനെ പറ്റി ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. സാറ്റേണിൻ്റെ റിങ്സ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിക്കാറുണ്ട്. അത് ഗലീലിയോ ഗലീലി ആണെന്നും കൂടി എന്ത് ചെയ്തോളൂ, ഒന്ന് ഓർത്ത് വെച്ചോളൂ. റിവിഷനിടയിൽ ഒരു എക്സ്ട്രാ പോയിന്റ് പറഞ്ഞാണ്, ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും സാറ്റേണിൻ്റെ ഏറ്റവും വലിയ പ്ലാനറ്റ് ആണ് ടൈറ്റാൻ എന്ന് പറയുന്നത്. ഈ ടൈറ്റാൻ്റെ റിങ്സ് കണ്ടുപിടിച്ചത് ആരാണ്? ഗലീലിയോ ആണെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? യുറാനസിനെ പറ്റിയാ പറഞ്ഞത്. വില്യം ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങളായിട്ടുള്ള മിറാൻഡ, പോർഷ്യ, ജൂലിയറ്റ് കുറേ ഉണ്ട് കേട്ടോ. ഞാൻ ആകെ കുറച്ചെന്നെ പറഞ്ഞുള്ളൂ. എന്നീ പേരുകൾ ഇട്ടിട്ടുള്ള ഉപഗ്രഹമാണ് ആരെന്ന് പറയുന്നത്? യുറാനസ് എന്ന് പറയുന്നത്. ജൂപ്പിറ്റർ ഏറ്റവും വലിയ സാറ്റലൈറ്റ് ആണ് ഗാനിമേഡ്, അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ സാറ്റലൈറ്റ് ആണ് ഗാനിമേഡ് എന്ന് പറയുന്നത്. സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാറ്റലൈറ്റ് ആണ് ഇതെന്ന് പറയുന്നത് ടൈറ്റൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. മാഴ്സിനെ പറ്റി പറഞ്ഞത് റെഡ് പ്ലാനറ്റ് ആണ്. ഫോബോസും ഡീമോസും മാഴ്സിന്റെ സാറ്റലൈറ്റ് ആണ്. ഒളിമ്പസ് മോൺസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ വോൾക്കാനോ, ഏറ്റവും വലിയ പർവ്വതം സിറ്റുവേറ്റ് ചെയ്യുന്നത് മാഴ്സിൽ, സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പർവ്വതം സിറ്റുവേറ്റ് ചെയ്യുന്ന മാഴ്സിലാണ്. അപ്രോക്സിമേറ്റ്ലി 21 കിലോമീറ്റർ ആണ് അതിന്റെ ഹൈറ്റ്. ഹൈറ്റ് ഒന്നും ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സാറ്റേണിനെ പറ്റി പിന്നെ നമ്മൾ പറഞ്ഞത്, സാറ്റേണിനെ പറ്റി എന്ത് ചെയ്തു? നമ്മൾ ഓൾറെഡി പറയുകയും ചെയ്തു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഓർക്കാനുള്ളത്. ഇനി അവസാനമായിട്ട് ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം. ഈ ടൈറ്റാൻ എന്ന് പറയുന്ന സാറ്റലൈറ്റിനെ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ക്രിസ്ത്യൻ ഹ്യൂജിൻസ് എന്നാണ്. അറിയുന്ന പേരാണ്. ആളുടെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. തൽക്കാലം ഇത്രയും ഓർത്ത് വെച്ചോ. ടൈറ്റൻ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് ഇതെന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഹ്യൂജിൻസ് എന്ന് കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. സെറ്റല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. Which of the following is commonly called a sponge? താഴെ തന്നിട്ടുള്ളതിൽ ഏതിനെയാണ് നമ്മൾ സ്പോഞ്ച് എന്ന് വിളിക്കാൻ വെച്ചേക്കുന്നത്? നമുക്കറിയുന്ന ഒരു സ്പോഞ്ച് ഉണ്ട്, അതുപോലൊരു ടെക്സ്ചർ ഉള്ള സാധനം തന്നെയാണ്. പക്ഷേ ഇത് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആനിമൽ കിങ്ഡത്തിൽ വ്യത്യസ്തമായ ഫൈലംസ് ഉണ്ട്, അതിനെപ്പറ്റി നിങ്ങൾ അറിയണം. ബയോളജിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സെല്ലിൻ്റെ കൂടെ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അവിടുത്തെ ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്, ഈ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എപ്പോഴും വരാറുള്ള ഒരു സ്ഥിരം വേ ഓഫ് ആസ്കിങ് എന്ന് പറയുന്നത്, എക്സാമ്പിൾ തരും, എന്നിട്ട് അത് ഏത് ഫൈലത്തിൽ പെടുന്നതാണെന്ന് ചോദിക്കും. ഇല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക് തരും, എന്നിട്ട് അത് ഏത് ഫൈലത്തിൻ്റെ ആണെന്ന് ചോദിക്കും. ആ രീതിയിലൊക്കെയാണ് ചോദ്യം വരാറുള്ളത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ ക്ലാസ് കാണേണ്ടതുണ്ട്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നതിന്, അല്ലെങ്കിൽ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്പോഞ്ച് എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ്. ഈ സ്പോഞ്ച് എന്ന് പറയുന്നത് ഏത് ഫൈലത്തിലാണ് വരിക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ തന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ നോർമൽ സ്പോഞ്ച് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താ? വെള്ളം നല്ലോണം വലിച്ചെടുക്കും. ബിക്കോസ് അതിനുള്ള കാരണം എന്താ? അതിൽ ഒരുപാട് പോറുകളുണ്ട്, അതിൽ ഒരുപാട് ഓട്ടകളുണ്ട് അല്ലേ? നമ്മുടെ മലയാളത്തിൽ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ഹോൾസ് ഉണ്ട്, ഒരുപാട് പോറുകളുണ്ട്. അതിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്പോഞ്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലുള്ള ജീവിവർഗ്ഗങ്ങളാണ് ശരീരം മുഴുവൻ ഹോളുകളായിട്ടുള്ള, ഒരു വലിയ ഹോളും ഒരു ചെറിയ ഹോളും അല്ലെങ്കിൽ ഒരു വലിയ പോറും പിന്നെ കുറെ ചെറിയ പോറുകളൊക്കെ ഉള്ള ജീവികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അവ വരുന്ന ഫൈലമാണ് ഇതെന്ന് പറയുന്നത് ഫൈലം പോറിഫെറ എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട്, പേര് വെച്ച് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അങ്ങനെ തന്നെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചേക്കുന്നത്. അപ്പൊ പോറുകളുള്ള ഫൈലമാണ് ഇതെന്ന് പറയുന്നത് പോറിഫെറ എന്ന് പറയുന്നത്. കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നേ ഉള്ളൂ. സ്പോഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പോറുകൾ ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്,
അത് വെള്ളം അബ്സോർബ് ചെയ്യുന്നത്. ഇവിടെ പറയുന്ന സ്പോഞ്ച് നമ്മുടെ സാധാ സ്പോഞ്ച് അല്ല, ആനിമൽ എന്നുള്ള രീതിയിലാണ്. ആ ഒരു കേസിൽ തന്നെ ഓർക്കുക. അതിവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്താണ്, പോറിഫെറ ഫൈലത്തിൽ വരുന്ന ആളുകളാണ്. ഇതിൽ കണ്ടോ 2 തരത്തിലുള്ള ഹോളുണ്ട്. ഈ ജീവികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഹോളും ഉണ്ടാവും, ഒരു ചെറിയ ഹോളും ഉണ്ടാവും. ഈ വലിയ ഹോളിനെ നമ്മൾ ഓസ്കുൽ എന്നാണ് വിളിക്കുക. RRB പരീക്ഷകൾക്കൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ SSC CGL പോലത്തെ പരീക്ഷകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. വലിയ ഹോളിനെ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ ഓസ്കുൽ എന്ന് വിളിക്കും. ബാക്കിയുള്ള എല്ലാത്തിനെയും കൂടെ ചേർത്ത് നമ്മൾ എങ്ങനെ വിളിക്കുക? ഓസ്റ്റിയ എന്നാണ് വിളിക്കുക. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത് മക്കളെ, കേട്ട് പേടിക്കൊന്നും വേണ്ട. പക്ഷെ പഠിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. SSG CGL ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വഴി എന്ത് ചെയ്യും? RRBയും എന്ത് ചെയ്തോളും? അത് ചോദിച്ചിരിക്കും. ഇവിടെ പറഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറയാം, പക്ഷെ നിങ്ങൾ ആ ക്ലാസ് മുഴുവനായിട്ട് കാണണം. ഈ പോറിഫെറയിൽ വരുന്ന കുറച്ച് പഠിക്കാനുള്ള എക്സാമ്പിളുകളാണ്. ഒന്ന് ക്ലാത്രീന എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പോറിഫെറയിൽ വരുന്ന ജീവിയാണ്. രണ്ടാമത്തേതാണ് സൈഫ എന്ന് പറയുന്നത്, SCYPH സൈഫ എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് സൈക്കോൺ എന്ന് പറയുന്നത്, SYCON എന്ന് പറയുന്നത്. നാലാമത്തേതാണ് ഓസ്കറല്ല എന്ന് പറയുന്നത്. ആൻഡ് അഞ്ചാമത്തേതാണ് സ്പോഞ്ച് എന്ന് പറയുന്നത്. ഈ 5 എണ്ണം ഞാൻ എന്ത് ചെയ്തിട്ടുള്ളതാണ്? ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇതിന് ഞാനൊരു കോഡും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. കത്രീന എന്ന് പറയുന്ന ആൾ, ക്ലാത്രീനയല്ല, നമ്മൾ കത്രീന എന്ന് പറയുന്ന ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള നടിയാന്ന് വിചാരിക്കുക. അവരൊരു സൈഫൈ പടത്തിൽ, സയൻസ് ഫിക്ഷൻ പടത്തിൽ, അറിയാലോ സൈഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് ഫിക്ഷൻ പടത്തിൽ സൈക്കോ ആയിട്ടാണ് എന്ത് ചെയ്തത്? അഭിനയിച്ചത്. കത്രീന എന്ന് പറയുന്ന ഒരു നടി സൈഫൈ പടത്തിൽ സൈക്കോ ആയിട്ട് അഭിനയിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടി? അവർക്ക് ഓസ്കാർ അവാർഡ് കിട്ടി. അപ്പോൾ ഈ ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയ സ്റ്റേജിൽ നിന്ന് ഇവരിങ്ങനെ മറ്റേ കണ്ണ് തുടക്കില്ലേ, അങ്ങനെ കണ്ണ് തുടയ്ക്കാൻ കയ്യിൽ ടവലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ട് എന്ത് ചെയ്തു? ഒരു നൈസായിട്ട് കണ്ണ് തുടച്ചു. അങ്ങനെ ഓർത്ത് വെക്കണം, ഇവരെല്ലാം പോറിഫെറയിൽ വരുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചോദിക്കാം. ഇപ്പോൾ ഇതേ ചോദ്യത്തിന് വരും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോമൺലി കാൾഡ് എ സ്പോഞ്ച് എന്നുള്ളതിന് വരും കാൾഡ് എ സൈഫ, കാൾഡ് എ സൈക്കോൺ, കാൾഡ് എ ഓസ്കർ അല്ല, കാൾഡ് എ സ്പോഞ്ച് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഓൾറെഡി ചോദിച്ചതുപോലെ ബാക്കി 4 വെച്ചും ഇന്ത്യൻ ചോദിക്കാം. അപ്പോൾ കോഡ് എന്താ പറഞ്ഞേ? കത്രീന സൈഫൈ പടത്തിൽ സൈക്കോ ആയിട്ട് അഭിനയിച്ചപ്പോൾ ഓസ്കാർ കിട്ടി. അപ്പോൾ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? കണ്ണ് തുടച്ചത് എന്ന് ഓർത്ത് വയ്ക്കുക. ബാക്കി ഒന്നിലോട്ട് ഞാൻ പോകുന്നില്ല. ഈ പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലാറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആണ്. ഹെൽമിന്തസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേമാണ്, ഫ്ലാറ്റ് വേം. നമ്മുടെ ശരീരത്തേക്കുള്ള വിരകളൊക്കെ വരുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത്, പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്നത്. ഇതുപോലെ റൗണ്ട് വേം വരുമ്പോൾ അത് വേറെ ഫൈലായിട്ട് മാറും. അപ്പോൾ അത് ഞാൻ പറയാൻ പോയി ഒരുപാട് പറയാനുണ്ട്, വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അത് കാണാത്തവരത് കാണുക, അത് പഠിക്കുക. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ച് സ്പോഞ്ച് ചെയ്തില്ല വരിക എന്നുള്ളതാണ്, പോറിഫെറയിൽ വരുന്നതാണെന്നും കൂടെ കുറച്ച് കാര്യങ്ങളും എന്ത് ചെയ്തു? നമ്മൾ പഠിക്കുകയുണ്ടായി. പിന്നെ നമ്മൾ പറഞ്ഞത് അതിലെ വലിയ ഹോളിനെ ഓസ്കുലം എന്നും ബാക്കിയുള്ള ഹോളുകളെല്ലാം ഓസ്റ്റിയ എന്ന് വിളിക്കുന്നതും എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചു എന്നും കൂടെ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പോൾ ഈ മറക്കരുതാത്ത കാര്യം, അറ്റ്ലീസ്റ്റ് ഈ പോറിഫെറൈഡെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേണം. കത്രീന സൈഫൈ പടത്തിൽ സൈക്കോ ആയിട്ട് അഭിനയിച്ച് ഓസ്കാർ കിട്ടി. അപ്പം തന്നെ എന്ത് ചെയ്തു? ഒരു സ്പോഞ്ച് കൊണ്ട് സ്റ്റേജിൽ കയറി കണ്ണുനീർ തുടച്ച ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യണം? വരികയും വേണം. സെറ്റല്ലേ? അടുത്തിലോട്ട് പോട്ടെ. ഇന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് മോളിക്യൂൾ ഈസ് സിന്തസൈസ്ഡ് യൂസിങ് എനർജി റിലീസ്ഡ് ഡ്യൂറിങ് സെല്ലുലാർ റെസ്പിറേഷൻ? സെല്ലുലാർ റെസ്പിറേഷൻ്റെ സമയത്ത്, സെല്ലുലാർ റെസ്പിറേഷൻ എന്തിനാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എനർജി കിട്ടാനാണ്. അങ്ങനെ എനർജി കിട്ടാനായിട്ട് റിലീസ് ചെയ്യുന്ന മോളിക്യൂൾ ഏതാണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ആ മോളിക്യൂളിൻ്റെ പേര് ATP എന്നാണ്. ഈ ATP മറ്റു രീതിയിൽ ചോദിക്കാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് എനർജി കറൻസി? നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടുന്ന ഊർജ്ജം കിട്ടാനുള്ള കറൻസി എന്നറിയപ്പെടുന്നതാണ് ഇതെന്ന് പറയുന്നത് ATP എന്ന് പറയുന്നത്. ATPയുടെ ഫുൾ ഫോം അങ്ങനെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. എന്നിരിക്കലും ATPയുടെ ഫുൾ ഫോം അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്നാണ്. എന്താണ്? അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന മോളിക്യൂൾ റിലീസ് ആവുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് എനർജി കിട്ടുന്നതെന്ന് എന്ത് ചെയ്യുക? ചെയ്തു വെക്കുക. ഇനി ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? ഈ സെല്ലുലാർ റെസ്പിറേഷൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത് ആരാണെന്നും ചോദിക്കാറുണ്ട്. അതായത് ഒരു സെല്ലിൽ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചോദിക്കാറുണ്ട്, റെസ്പിറേറ്ററി സൈറ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ എവിടെയാണ് ശ്വാസനം നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചെങ്കിൽ നിങ്ങൾ പറയണം മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. സെല്ലിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് മൈറ്റോകോൺട്രിയ. ആ മൈറ്റോകോൺട്രിയയിലാണ് സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നതും അങ്ങനെ എനർജി റിലീസ് ചെയ്യപ്പെടുന്നതും. മറ്റു രീതിയിൽ കൂടെ ചോദിക്കാറുണ്ട്, ഇങ്ങനെ എനർജിയൊക്കെ റിലീസ് ചെയ്യുന്നതുകൊണ്ട്, സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നതുകൊണ്ട് വേണ്ടുന്ന എനർജി കിട്ടുന്നതുകൊണ്ട്, നമുക്ക് വേണ്ടുന്ന പവർ വരുന്നതുകൊണ്ട്, നമുക്ക് വേണ്ടുന്ന എനർജി വരുന്നതുകൊണ്ട് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത്, ഒരു കോശത്തിന്റെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? മൈറ്റോകോൺട്രിയ ആണെന്ന് ഓർത്തു വയ്ക്കുക. മറക്കാതെ ആ സെല്ലിന്റെ ക്ലാസ് എന്ത് ചെയ്യുക? എന്തായാലും കാണാം. ഇപ്പോൾ കൂടുതൽ കാര്യം അഗൈൻ അനിമൽ കിങ്ഡം പറഞ്ഞതുപോലെ ഞാൻ കണ്ടപ്പോൾ തന്നെ സെല്ലിൽ രണ്ടാമത്തെ ചോദ്യം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ചോദ്യം വരുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിലൂടെ ഞാൻ കടക്കുന്നില്ല. തൽക്കാലം ഇത്രയും ഓർത്തു വയ്ക്കുക. സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്ന സ്ഥലമാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി സൈറ്റ് ഓഫ് സെൽ എന്നറിയപ്പെടുന്നുണ്ട്, പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എനർജി ആയിട്ട് റിലീസ് ചെയ്യുന്ന മോളിക്യൂളാണ് ATP എന്ന് പറയുന്നത്, അഥവാ അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനർജി കറൻസി എന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ATP അറിയപ്പെടുന്നുണ്ടെന്നും എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. സെറ്റല്ലേ? സംശയമൊന്നുമില്ലല്ലോ?
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. കുറച്ചധികം ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. RPFൻ്റെ കംപ്ലീറ്റ് കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, ഓൾറെഡി പറഞ്ഞതുപോലെ. സോ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഈ നമ്പറിൽ നേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഈ നമ്പറാണ് നമ്മുടെ അക്കാഡമിക്സിൻ്റെ പ്രൈമറി വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാം നിങ്ങൾ കോൾ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ കൂടി എന്ത് ചെയ്യാം, കോൾ ചെയ്യാം. ഈ നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ അല്ല, സെക്കൻഡ് നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ അല്ല, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, വിളിക്കാം. ഇതാണ് നമ്മുടെ പ്രൈമറി നമ്പർ. ഇതിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. കോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ടിലും എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ RPF പരീക്ഷ എന്നുള്ള രീതിയിൽ മാത്രമല്ല, റെയിൽവേ പരീക്ഷകൾക്ക് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കംപ്ലീറ്റ് കോഴ്സ്, ഈവൻ SSC വേണമെങ്കിൽ അതിനുമായിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സുകൾ, ഒരു കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ എല്ലാ SSC പരീക്ഷയും എല്ലാ റെയിൽവേ പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന പോലുള്ള കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഡീറ്റെയിൽസ് അറിയാൻ എന്ത് ചെയ്യും, നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യൂ. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന്, കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.